2024 നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലിസ്റ്റ് 1-ൽ ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ തന്നിരിക്കുന്നു. റൈറ്റ് സൈഡിൽ സസെപ്റ്റിബിലിറ്റി. എന്താണ് സസെപ്റ്റിബിലിറ്റി? സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് കൈ ഇസ് ഈക്വൽ ടു I/H എന്ന് നമ്മൾ എഴുതുന്നുണ്ട്. ഈ എന്താണ് സസെപ്റ്റിബിലിറ്റി നമുക്ക് തരിക? ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ എത്രമാത്രം എളുപ്പമാണ് എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ് കൈ അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി. അപ്പോൾ കൈ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അത് ഈസിലി മാഗ്നറ്റൈസബിൾ ആണ്. കൈ വാല്യൂ കുറവാണെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു സാമ്പിളിനെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ എത്രമാത്രം ഈസിയാണ് എന്ന് കാണിക്കുന്ന നമ്പറാണ് സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ കൈ. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് കൈ വാല്യൂ വളരെ സ്മോൾ ആണ്, നെഗറ്റീവ് ആണ് അല്ലേ? അതുപോലെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണെങ്കിൽ കൈ വാല്യൂ ലാർജ് ആണ്, സ്മോൾ ആണ്, പോസിറ്റീവ് ആണ്. ഇനി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണെങ്കിൽ കൈ വാല്യൂ ലാർജ് ആണ്, അത് പോസിറ്റീവ് ആണ്. നമുക്ക് ഈ ഇൻഫർമേഷൻ വെച്ച് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കൈ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കൈ വാല്യൂ സ്മോൾ ആൻഡ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് വരുന്ന വാല്യൂ ഇവിടെ കൈ വാല്യൂ 0 ഗ്രേറ്റർ ദാൻ കൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. അതിന്റെ മീനിങ് കൈയുടെ വാല്യൂ 0ക്കും -1നും ഇടയ്ക്കായിരിക്കണം, നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഓപ്ഷൻ വരുന്നത് 2 ആണ്. ഇനി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഞാൻ പറഞ്ഞിരുന്നു കൈ വാല്യൂ ലാർജ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ വരുന്നത് ഫെറോമാഗ്നറ്റിക്കിന് കൈ വാല്യൂ വെരി വെരി ഗ്രേറ്റർ ദാൻ 1 വരുന്നത് 3rd നമ്പർ ആണ്. കൈ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു സ്മോൾ ആൻഡ് പോസിറ്റീവ് ആണ്. നമുക്കിവിടെ വാല്യൂ കൊണ്ട് നോക്കാം. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് കൈ വാല്യൂ 0 ലെസ് ദാൻ കൈ ലെസ് ദാൻ ഇ. സ്മോൾ പോസിറ്റീവ് നമ്പർ ഇവിടെ സ്മോൾ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, സ്മോൾ പോസിറ്റീവ് നമ്പർ. പിന്നെ തീർച്ചയായും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കൈ വാല്യൂ 0 ആയിരിക്കും. അത് കോമൺ സെൻസ് ആണ്, കാരണം അതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റില്ല. നോൺ മാഗ്നറ്റിക് ആവുമ്പോൾ അതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന്റെ കൈ വാല്യൂ 0 ആയേ പറ്റൂ. അപ്പോൾ ഇവിടെ A/2 ആണ് വന്നിരിക്കുന്നത്, B/3 പിന്നെ C/4 D/1 വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഓപ്ഷൻ A/2, B/3, C/4, D/1 ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ.